ഹായ് സുഹൃത്തുക്കളെ, ഒന്നും പറയണ്ട, ഒരു ഒന്നൊന്നര പണി കിട്ടി നമ്മുടെ പ്രൊഫൈലിന്. അപ്പം അത് ഞാനൊരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ച് സമയങ്ങൾ ഇതിലേക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ചെയ്യുന്ന വ്യക്തികൾക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് വന്ന ഒരു പ്രശ്നം, ഒരുപാട് മറ്റുള്ളവരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ടല്ലോ, നമ്മൾ കാണും. അപ്പോൾ ഡബ് സ്മാഷ് എന്നൊരു പരിപാടി ഉണ്ട്, റീൽസ്. അത് ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട, ഞാൻ പേരെടുത്ത് പറയണില്ല. അപ്പോൾ ആളുടെ കണ്ടപ്പോൾ ഞാൻ ആളുടെ മ്യൂസിക് വെച്ചിട്ട് അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ആ മ്യൂസിക് വെച്ചിട്ട് ഞാൻ ഒന്ന് അഭിനയിച്ച് കാണിച്ചു. അതാണ് എനിക്ക് നല്ലൊരു പണി കിട്ടിയത്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ. പ്രൊഫഷണൽ മൂഡിലൂടെ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. എൻ്റെ പ്രൊഫൈലിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏണിങ്സ് ആർ ലിമിറ്റഡ് എന്ന മെസ്സേജ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ചില ഡബ് സ്മാഷുകൾ വീഡിയോകളാണ് ഈ പ്രശ്നങ്ങൾ എനിക്കുണ്ടാക്കി തന്നത്. മറ്റൊരാളുടെ മ്യൂസിക് അല്ലെങ്കിൽ സിനിമയിലെ മ്യൂസിക് ഉപയോഗിക്കുന്നത് ഇത്ര വലിയ പണിയാകുമെന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ പുതിയ പോളിസി അനുസരിച്ച് ഇതിനെ അൺഒറിജിനൽ കണ്ടൻ്റായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മൾ മറ്റൊരാളുടെ മ്യൂസിക് അനുവാദമില്ലാതെ ഉപയോഗിക്കുമ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ മോണിറ്റേഷൻ തടയും. പരിഹാരം എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഇതാണ്. കോപ്പിറൈറ്റ് ഉള്ള വീഡിയോകൾ നമ്മുടെ പ്രൊഫൈലിൽ നിന്നും നമ്മൾ നീക്കം ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തം ശബ്ദത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ടുള്ള മ്യൂസിക്കോട് ഉപയോഗിക്കുക. പ്രൊഫൈല് ക്ലീൻ ചെയ്ത ശേഷം ഫേസ്ബുക്കിനോട് റിവ്യൂ ചെയ്യാൻ നമ്മൾ അപേക്ഷിക്കുക. അപ്പോൾ എനിക്ക് പണി കിട്ടി. ഇത് നിങ്ങളും ഈ ഡബ് സ്മാഷൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പ്രൊഫൈലും പേജൊക്കെ പോകുന്ന വഴി അറിയില്ല. അപ്പോൾ എനിക്ക് പണി കിട്ടി, നിങ്ങൾക്ക് കിട്ടാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന നമുക്കുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രശ്നം അത് എൻ്റെ കൂട്ടുകാരിൽ ഞാൻ അറിയിച്ചു എന്ന് മാത്രം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക. കാരണം ഇതറിയാത്ത ചില ആൾക്കാർ ഇഷ്ടം കൂടിയിട്ട് റീൽസ് ചെയ്യുന്നവരുണ്ടാവും. ഈ ഡബ് സ്മാഷിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകളും, അപ്പോൾ അവരെ പോലെ നമുക്കും അതൊന്നും അനുകരിക്കാൻ തോന്നാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്കങ്ങനെ തോന്നിയ ഒരു വിഷയമാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയൊരു പണി കിട്ടിയത്. അപ്പോൾ അവരിലേക്കും ഒന്ന് എത്തിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമായി. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, താങ്ക് യു.